ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷൻ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ സെൻറ്റർ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു പോകുന്ന ഇതിൻ്റെ സെൻറ്ററിലുള്ളൊരു പോയിൻ്റാണ്. അത് ഞാൻ വളരെ വേഗമായിട്ട് പറഞ്ഞതാണ്. കാരണം ആ സമയത്ത് ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഒപ്റ്റിക്കൽ സെൻറ്റർ പിന്നീട് വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു. ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ദിസ് ഈസ് എ ലെൻസ്, എ കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിചാരിക്കുക. ഇമാജിൻ ദാറ്റ് ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിൻ്റാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ. പക്ഷേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സെൻറ്ററിലാണെന്ന് പറഞ്ഞു, കാരണം രണ്ടും ഒരേ റേഡിയസ് ഓഫ് കർവച്ചറുള്ള രണ്ട് സർഫസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതല്ലെങ്കിൽ അതിനൊരു ചെറിയ മാറ്റം വരും. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ വെറുതെ റേഡിയസ് ഓഫ് കർവച്ചർ എന്ന് പറയുന്നതിന് ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിലൂടെ ഒരു ലൈറ്റ് ബീം കടന്നു പോവുകയാണെങ്കിൽ, ഇഫ് എ ലൈറ്റ് ബീം പാസസ് ത്രൂ ദിസ് ഒപ്റ്റിക്കൽ സെൻറ്റർ, then it will pass undeviated. ഒരു ഡീവിയേഷനും ഇല്ലാതെ സ്പീഡ് കുറയും വെലോസിറ്റിയിൽ, പക്ഷേ there won't be any deviation. ബെൻഡിങ് ഉണ്ടാവില്ല എന്നാണ് ടെക്സ്റ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ബെൻഡിങ് ഇല്ലാതെ പോകണമെങ്കിൽ എന്താണ് കേസ്? ബെൻഡിങ് ഇല്ലാതെ റിഫ്രാക്ഷൻ മാത്രം നടന്ന് സ്പീഡ് മാത്രം കുറഞ്ഞു പോകുന്ന കേസ് ഏതാണ്? വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0, നോർമലായിട്ട് വീഴണം. ഇമാജിൻ ദാറ്റ് ദിസ് ഈസ് ദ ലൈറ്റ് ബീം. ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ O എന്നിരിക്കട്ടെ. ഈ ലൈറ്റ് ബീമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതിൻ്റെ നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും, ഇതായിരിക്കും ഡയറക്ഷൻ നോർമലിൻ്റെ. ഇതിൻ്റെ നോർമൽ എടുത്താൽ ഇത് തന്നെയായിരിക്കും ഡയറക്ഷൻ. കാരണം അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് വരയ്ക്കുന്ന വര ഇങ്ങനെ തന്നെയായിരിക്കും. ഇതായിരിക്കും ചിലപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇതിൻ്റെ ഈ ലൈൻ. അപ്പോൾ ഈ കേസിൽ ആ പറഞ്ഞത് ശരിയാണ്. ഏത്? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് 0, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 0. ഈ ഒരു റേയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്, ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ദ അതർ റേ? അതർ റേ എന്ന് പറയുന്നത് ഈ റേയും ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ പാസ് ചെയ്താൽ ഇറ്റ് വോണ്ട് ഡീവിയേറ്റ് എന്നാണ് പറയുന്നത്. അതെന്താ കാര്യം? കാരണം ഇത് ഒരു സ്പിയറാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ സ്പിയറിൻ്റെ സെൻറ്റർ ഇത്, ഈ പോയിൻ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന വര ആയിരിക്കും അതിൻ്റെ നോർമൽ, അല്ലേ? ദിസ് ഇസ് ലൈൻ. അപ്പോൾ അതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഇതാണ് നോർമൽ. സോ ദിസ് വിൽ ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് നോട്ട് 0. പക്ഷേ എങ്ങനെ അത് അൺഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഐ അഗ്രി, നോർമലാണ്. ഇങ്ങനെയാണെങ്കിൽ ദർ ഈസ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റേ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഈ റേയുടെ നോർമൽ എന്ന് പറയുന്നത് ഈ ലൈനാണ്. ഇതാണ് നോർമൽ. സോ ദർ ഈസ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ ദർ ഷുഡ് ബി ആൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. പക്ഷേ അതും ഞാൻ വരച്ചപ്പോൾ ഒരല്പം ഇങ്ങനെ വരയ്ക്കാം. ഇമാജിൻ എ റേ കമ്മിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ പോകുന്നതായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പോയിന്റിൽ നോർമൽ വരച്ചാൽ ഇതാണ്. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വേണ്ടേ? ഉണ്ടാവും. ഇല്ല എങ്കിൽ ഈ റിഫ്രാക്ഷൻ്റെ ലോ തെറ്റിപ്പോവും. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊരു ധാരണ ഉണ്ടാക്കണം. സി, ഐ വിൽ റീഡ്രോ ഇറ്റ് അഗെയിൻ. ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ് എന്നിരിക്കട്ടെ. ഇതതിൻ്റെ ഓപ്റ്റിക്കൽ സെൻറ്റർ എന്ന് ഇരിക്കട്ടെ. ഇനി ഇവിടെ നിന്നൊരു റേ വരുന്നതായിട്ട് ചിന്തിക്കുക. സോ ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇതാണെന്നിരിക്കട്ടെ, C2. ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇതാണെന്നിരിക്കട്ടെ, C1. സോ ദിസ് ഈസ് C2 ആൻഡ് ദിസ് ഈസ് C1. ഇനി ഇവിടെ നിന്നൊരു റേ ഇതിൻ്റെ നേരെ തന്നെ വരുന്നതായിട്ട് ചിന്തിക്കുക. A ray coming like this.
ഈ റേ ലെൻസില്ലായിരുന്നെങ്കിൽ ഇതിനകത്തുകൂടി പാസ് ചെയ്ത് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് നോട്ട് സീറോ. കാരണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതുമായിട്ട് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ. ഇതാണ് നോർമൽ. അപ്പോൾ ദെയർ ഈസ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ എന്ത് തന്നെയാലും ലോസ് ഓഫ് റിഫ്രാക്ഷൻ തെറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് വിൽ ബെൻഡ് എ ലിറ്റ് ടുവേർഡ്സ് എ നോർമൽ. ഇവിടെ വന്നിട്ട് അതൊരല്പം ബെൻഡ് ചെയ്യും. ഇവിടെ വരും. ഇവിടെ നിന്നത് ബെൻഡ് ചെയ്ത് ഇവിടെ വന്നു എന്ന് വിചാരിക്കും. അല്പം ബെൻഡ് ചെയ്തു. ഇത് ഇവിടെ വരുമ്പോൾ വിച്ച് ഈസ് ദ നോർമൽ? നോർമൽ ഈസ് ദിസ് വൺ. ഇതാണ് നോർമൽ ഇതിൻ്റെ. അപ്പോൾ അത് ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഇച്ചിരി ഒന്ന് എവേ ഫ്രം ദ നോർമൽ ഇങ്ങനെ പോകും. ചുരുക്കി പറഞ്ഞാൽ ഈ റേ സെൻറ്റർ ഓഫ് കർവേച്ചർ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ വരുന്ന റേ ഇതിനകത്തൊരല്പം ഡീവിയേഷൻ നടക്കും. പക്ഷേ എന്നിട്ട് പുറത്തോട്ട് പോകും. പക്ഷേ നിങ്ങളൊരു ഓർക്കണം, ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ? ഒപ്റ്റിക്കൽ സെൻറ്ററിന് നേരെ വരുന്ന റേ വന്നു കഴിയുമ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ലൈന് ഇതിലൂടെ പോകേണ്ടതാണ്. ഇപ്പോൾ ഇതിലൂടെ പോയി. ദീസ് ടു ആർ പാരലൽ. ഇത് പാരലലാണ്. ആൻഡ് ദിസ് ഈസ് ദ ലാറ്ററൽ ഷിഫ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പോകുന്നവരിൽ ഏത് വരെയും ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന റേ മാത്രമേ അൺഡീവിയേറ്റഡ് ആയിട്ട് പോവുള്ളൂ. ബാക്കിയെല്ലാം ഡീവിയേറ്റ് ചെയ്യും. പക്ഷേ ഡീവിയേഷനിൽ ബെൻഡിങ് എങ്ങനെ നടക്കുന്നില്ല. അത് എങ്ങനെ അല്ലാതെ പോകുമായിരുന്നു, അതിന് പാരലായിട്ടാണ് പോകുന്നത്. ഇനി ഇമാജിൻ ദാറ്റ് യു ആർ യൂസിങ് എ വെരി തിൻ ലെൻസ്. വളരെ തിൻ ലെൻസ് ആണെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ അടുത്തടുത്തുണ്ടെന്നിരിക്കും. തിക്നെസ് ഓഫ് ദ സ്ലാബ് കുറഞ്ഞാൽ 2 ലൈനും കൂടെ അടുക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അതേപോലെ അടുത്തടുത്തടുത്തിരിക്കും. അപ്പോൾ വി വിൽ ഫീൽ ദാറ്റ് ഇൻ കേസ് ഓഫ് എ തിൻ ലെൻസ്, in case of thin lens എന്ത് സംഭവിക്കും? in case of thin lens, if a ray passes through the optical center, if a ray comes as if it is passing through the optical center, it will pass undeviated എന്ന് പറയേണ്ടി വരും. ഓൾമോസ്റ്റ് അൺഡീവിയേറ്റഡ്. കാരണം ഇതിങ്ങനെ അടുത്തടുത്ത് വന്ന് എന്തായാലും അത് പാരലായിട്ടേ പോവുള്ളൂ. മനസ്സിലായോ? അതാണ് അതിൻ്റെ പ്രത്യേകത. സോ ഇൻ കേസ് ഓഫ് എ തിൻ ലെൻസ്, ഇഫ് എ റേ ഓഫ് ലൈറ്റ് passes through the optical center, then it will pass undeviated. ഓൾമോസ്റ്റ് അൺഡീവിയേറ്റഡ് അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരും വളരെ എളുപ്പത്തിന് പറഞ്ഞു പോകുന്ന ഇറ്റ് വിൽ പാസ് അൺഡീവിയേറ്റഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റേ ഒഴികെ ബാക്കിയെല്ലാം വന്നാലും ഒരല്പം ഡീവിയേഷൻ വരും. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, ഇറ്റ് വിൽ ബി പാരലൽ ടു ദ ആക്ച്വൽ റേ. ഈ റേക്ക് പാരലലായിരിക്കും ഇത്. തിൻ ലെൻസ് ആകുമ്പോൾ ഈ ലാറ്ററൽ ഷിഫ്റ്റ് വളരെ വളരെ കുറവായിരിക്കും. മനസ്സിലായോ? ഇതാണ് ഞാൻ അത് അന്നേരം കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ് us see what is the definition of. So what will be the definition of optical center? It is a point on the principal axis where a ray passing through it emerges out undeviated. ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്ററിൻ്റെ ഡെഫിനിഷൻ. മനസ്സിലായി? അപ്പോൾ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ ശരിക്കും പറഞ്ഞാൽ അൺഡിവിയേറ്റഡ് അല്ല, പാരലൽ ആണെങ്കിൽ പോലും തിൻ ലെൻസിനെ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ്
undeviated. അപ്പോൾ ഏത് ലൈൻ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പോകണം, ഇനി നമ്മൾ ഡ്രൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി പോകുന്ന എല്ലാ ലൈനും ഡീവിയേറ്റ് ചെയ്യില്ല എന്നും പറഞ്ഞാൽ തന്നെ പോവുള്ളൂ. പക്ഷേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ട് അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 അല്ലല്ലോ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കും, നാച്ചുറലി എല്ലാവരും ചിന്തിക്കും, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചിന്തിക്കാം. അപ്പോൾ ആ ചിന്തിക്കുന്നതിനാണ് ഞാൻ ആ ആൻസർ ഇത്രയും പറഞ്ഞത്. മനസ്സിലായി? ഇനി നമുക്ക് അപ്പർച്ചർ എന്താണെന്ന് നോക്കാം. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഈ ലെങ്താണ്, അതായത് ആ സർക്കുലർ ഷേപ്പിലിരിക്കുന്ന ആ ലെൻസിൻ്റെ ഈ ലെങ്ത്, ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ ബൗണ്ടറി ഓഫ് ദ ലെൻസ്. സർക്കുലർ ബൗണ്ടറി, ഇങ്ങനെ സർക്കിളാണെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയുടെ ഡയമീറ്ററിനാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. നൗ ലെറ്റ് us see what is focal length f. Focal length f is the distance between the principal focus and the optical center of the lens. Suppose this is the focal length, this distance is called f, focal length. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് ആ അത്രയും ഭാഗത്ത് നിന്ന് നമുക്ക് വന്നേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് ആൻസർ ചെയ്യാം. ഇതെല്ലാം CBSEക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസാണ്, ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ഡൈവേർജൻറ്റ് ലെൻസ്. Divergent lens means it is a concave lens. Distinguish between convex lens and concave lens. രണ്ട് ലെൻസുകളും തമ്മിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് അതിനൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. Then briefly describe an activity to find the focal length of a convex lens. ഇത്രയും 3 കാര്യമാണ് ചെയ്യുന്നത്. So let us answer the first question. What is the focal length of a convergent lens? Whether it is a convergent lens or a divergent lens, concave ആണെങ്കിലും convex ആണെങ്കിലും, what is the focal length? It is the distance between the optical center. This is the optical center, this is the principal axis. So this will be the focus. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും ഇത്. അപ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം എ പോയിന്റ്, കൺവേർജിങ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിന് ഫോക്കസ് വന്നാൽ ദിസ് ഈസ് ഓപ്റ്റിക്കൽ സെൻറ്റർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്റ്റിക്കൽ സെൻറ്റർ ആൻഡ് ദ ഫോക്കസ് ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത്. സോ ദ ആൻസർ ഓഫ് one is the distance between the optical center and the focus and the principal focus. ഈ പ്രിൻസിപ്പൽ ഫോക്കസിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എക്സാക്റ്റ് എവിടെയാണെന്നതൊക്കെ നമുക്ക് വെറുതെ ഒന്നും മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. So that focus is called a virtual focus. Virtual ആണത്. The principal focus is virtual. അപ്പോൾ നമ്മളൊന്ന് എഴുതുക, പ്രിൻസിപ്പൽ ഫോക്കസ് വിച്ച് ഈസ്, ബ്രാക്കറ്റിൽ എഴുതുക, വിച്ച് ഈസ് വെർച്വൽ. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഡൈവേർജൻറ്റ് ലെൻസിനാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞ് ഇറ്റ് ഈസ് എ വെർച്വൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഒപ്റ്റിക്കൽ സെൻറ്റർ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് known as is called focal length. വെറുതെ ഒരു കൺവേർജിങ് ലെൻസ് ആണെങ്കിൽ വെർച്വൽ എന്ന് എഴുതരുത്. ഡൈവേർജിങ് ലെൻസ്, അത് കോൺകേവ് ലെൻസിന് എഴുതുമ്പോൾ നിങ്ങൾ ഇത്തരം ഒരു വാചകവും കൂടി അതിനകത്ത് എഴുതി ചേർക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. അപ്പോൾ നമുക്ക് കോൺവെക്സ് ലെൻസ് എന്താണെന്ന് എഴുതാം. ദിസ് ഈസ് കോൺകേവ് ലെൻസ്. So we will distinguish between these two. What is the first thing? എന്താണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ കൺവേർജിങ് ലെൻസ്. ഇറ്റ് ഈസ് എ കൺവേർജിങ് ലെൻസ്. ഇറ്റ് ഈസ് എ കൺവേർജിങ് lens.
കോൺകേവിലോ ഇറ്റ് ഈസ് എ ഡൈവേർജിങ് ലെൻസ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ഒരു പ്രത്യേകത നമുക്ക് പറയാവുന്നത്, ഒന്ന് കൺവേർജിങ് ആണ്, ഒന്ന് ഡൈവേർജിങ് ആണ്. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കുക. ഇങ്ങനെ ഒരു പാരലൽ ബീം വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ കൺവേർജ് ടു എ പോയിന്റ് കോൾഡ് ഫോക്കസ്. ഈ ഫോക്കസ് നമുക്ക് കൃത്യമായിട്ട് അളന്ന് കാണാനും പറ്റും, ഫീൽ ചെയ്യാനും പറ്റും, അവിടെ നിന്ന് കാണാനും പറ്റും നമുക്ക്. സോ ദിസ് ഫോക്കസ് ഈസ് കോൾഡ് റിയൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതെങ്ങനെയാണ്? ദിസ് ഈസ് എ വെർച്വൽ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം, ഹാവിങ് എ കോൺവെക്സ് ലെൻസ് ഈസ് ഹാവിങ് റിയൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ദെൻ ഇവിടെയോ ഇത് 1, ഇത് 2. ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് എ വെർച്വൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താ? ഇതിൻ്റെ കോൺവെക്സ് ലെൻസിന് എഡ്ജസ് വളരെ തിന്നായിരിക്കും. വെൻ യു കം ടു ദ എഡ്ജ് ഇറ്റ് വിൽ ബി തിൻ. വെൻ യു കം ടു ദ സെൻറ്റർ ഇറ്റ് വിൽ ബി തിക്ക്. ഇവിടെയോ വെൻ യു കം ടു ദ എഡ്ജസ് ഇറ്റ് വിൽ ബി when you come to the edges it will be thick, and when you come to the center it will be thin. So മൂന്നാമത്തെ നമുക്ക് എഴുതാം, it will be convex lens will be thick at the center and thin at its edges. ഇതോ it will be thin at the center and thick at the edges. So this is the answer for question number 2. ഇങ്ങനെ മൂന്ന് കാര്യമാണ്. ഇറ്റ് ഇസ് എ കൺവേർജിങ് ലെൻസ്, മറ്റേത് ഇറ്റ് ഇസ് എ ഡൈവേർജന്റ് ലെൻസ്. ഇറ്റ് ഈസ് ഹാവിങ് എ റിയൽ പ്രിൻസിപ്പൽ ഫോക്കസ്, ഇറ്റ് ഈസ് ഹാവിങ് എ വെർച്വൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ദെൻ ഇറ്റ് വിൽ ബി തിക്ക് അറ്റ് ദ സെൻറ്റർ ആൻഡ് തിൻ അറ്റ് ദ എഡ്ജസ്. ഇറ്റ് വിൽ ബി തിൻ അറ്റ് ദ സെൻറ്റർ ആൻഡ് തിക്ക് അറ്റ് ദ എഡ്ജസ്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. നൗ വി കം ടു ക്വസ്റ്റ്യൻ നമ്പർ 3. ദാറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി. ആക്ടിവിറ്റി നിങ്ങൾ തന്നെ ഒന്ന് എഴുതിക്കൊള്ളുക. ഞാൻ മുഴുവൻ ഈ ബോർഡിൽ എഴുതുന്നില്ല. സി വാട്ട് ആർ ദ അപ്പാരറ്റസ് റിക്വയർഡ്? 1 apparatus required. എന്താണ് അപ്പാരറ്റസ് റിക്വയർഡ്? നമുക്ക് എങ്ങനെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുക? നല്ലൊരു സൺലൈറ്റ് ഉള്ളപ്പോഴോ അതല്ലെങ്കിൽ നല്ലൊരു പവർഫുൾ ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രീൻ ഉണ്ടാക്കുക. എന്നിട്ട് ആ ലെൻസ് അതിൻ്റെ വളരെ ദൂരെ മാറ്റി പിടിക്കുക. സോ ദാറ്റ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. പക്ഷെ വളരെ ദൂരെ മാറ്റി പിടിക്കുക. ദെൻ യു അഡ്ജസ്റ്റ് ദ ലെൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മൈന്യൂട്ട് ഇമേജ്, വെരി ഡിമിനിഷ്ഡ് ഇമേജ്, very pointed image is formed on the screen of the sun or the light which is at infinity. എന്നിട്ട് നിങ്ങൾ ആ ലെൻസ് അവിടെ വെച്ച് നിർത്തിയിട്ട് യു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ ലെൻസ്. സ്ക്രീനും ലെൻസും തമ്മിലുള്ള അകലം അളക്കുക. ദാറ്റ് വിൽ ബി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. സോ നമുക്ക് എന്തൊക്കെയാണ് അപ്പാരറ്റസ് റിക്വയർഡ്? 1 എന്ത് വേണം? കോൺവെക്സ് ലെൻസ്. Then 2 a wide screen. മൂന്നാമത് എന്ത് വേണം? മീറ്റർ സ്കെയിൽ ടു മെഷർ ദ ലെങ്ത്. ഇനി എന്താണ് പ്രൊസീജിയർ? കീപ് the lens facing the sun
and keep the screen on other side. സണ്ണിൻ്റെ നേരെ ഇങ്ങനെ പിടിക്കുക, അതിനുശേഷം keep the screen on the other side. Adjust the screen, the lens, so that the very diminished image of sun is formed on the screen. Then അത് പേപ്പർ ആണെങ്കിൽ, പേപ്പർ സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് കത്തും. You can write that also. If you are writing that it is a piece of paper, white paper or a paper, then form a diminished image of the sun on the paper. Now the paper will gradually turn to gradually burn. അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ അതിനകത്ത് ആദ്യം വീഴും, അത് കഴിഞ്ഞാൽ കരിഞ്ഞ് തീ പിടിക്കുകയുള്ളൂ. അപ്പോൾ ആ പൊസിഷനിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. യു ഹാവ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ ലെൻസ്. ഇവിടെ ഞാൻ സ്ക്രീൻ പറഞ്ഞേക്കണം, സ്ക്രീൻ കത്തിപ്പോകുന്നില്ല. സ്ക്രീൻ സോൾഡ് ആയിട്ടുള്ളൊരു സാധനമാണ് വൈറ്റ് സ്ക്രീൻ. സൺ ഈസ് ഫൗണ്ട് ഓൺ ദ സ്ക്രീൻ. നൗ measure the distance between screen and the lens. So lens and the screen. Lens and the screen. This will give the focal length of the screen, of the lens. This is the answer. അപ്പോൾ മൂന്നാമത്തതിൻ്റെ ആൻസർ ഇതാണ്. ഇത് നിങ്ങളതിൻ്റെ ഫോമാറ്റിലെ അപ്പാരറ്റസ്, റിക്വയർഡ് പ്രൊസീജിയർ, അതിൻ്റെ റിസൾട്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ആക്ടിവിറ്റി എഴുതാൻ പഠിപ്പിച്ചേക്കുന്നത് ആ രീതിയിൽ ഇത് എഴുതിയേക്കാം. നിങ്ങളും സ്വന്തം വാക്കിലൊക്കെ അത് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, നോട്ട് ഡൗൺ. ഇത് CBSEക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. Meena of grade 10 observes that a thin paper begins to burn when sun rays are allowed to fall on it through a particular type of lens kept at a particular distance from the paper. മീന എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പേപ്പറിൻ്റെ പുറത്ത് സൺറൈസ് വീഴ്ത്തി. എങ്ങനെയാണ്? ആഫ്റ്റർ പാസിങ് ഇറ്റ് ത്രൂ എ ലെൻസ്. എന്നിട്ടൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ പേപ്പർ കത്താൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ചോദ്യമാണ്. നെയിം ദ ടൈപ്പ് ഓഫ് ലെൻസ് യൂസ്ഡ്. എവരിബഡി നോസ് ഇറ്റ് അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇവിടെ കോൺകേവ് കൊണ്ട് നടത്തുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ വൈ ദിസ് ആക്ഷൻ കനോട്ട് ബി ഡൺ യൂസിങ് കോൺകേവ് ലെൻസ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് കോൺവെക്സ് ലെൻസാണ്. പക്ഷേ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കറിയാം ഇറ്റ് ഈസ് എ കൺവേർജിങ് ലെൻസ്. ലൈറ്റ് ബീംസ് എല്ലാം കൊണ്ട് ഈ പേപ്പറിൻ്റെ പുറത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. ദാറ്റ് വിൽ ബി കൺവേഴ്സ് ടു എ പോയിൻറ്റ് കോൾഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ എന്താ പറ്റുക? ഹീറ്റ് റേഡിയേഷൻസും അതവിടെ വന്ന് വരുന്നതുകൊണ്ടാണ് ഹീറ്റ് റേഡിയേഷൻസും അവിടെ കൺവേർജ് ചെയ്യുന്നുണ്ട് ആ ഫോക്കസിൽ തന്നെ. സോ ഇറ്റ് വിൽ ബേൺ. ദാറ്റ് ഇസ് ദ റീസൺ. സോ ലെൻസ് യൂസ്ഡ് ഈസ് കോൺവെക്സ് ലെൻസ്. Draw a ray diagram to show the situation. Ray diagram ഇങ്ങനെ വരയ്ക്കാം. ഒന്ന് ലെൻസ് ചരിച്ച് വരച്ചാലും കുഴപ്പമില്ല. സണ്ണങ്ങ് ദൂരെയല്ലേ, മേളിലല്ലേ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് റേസ് വരുന്നു. ആൻഡ് ഓൾ കൺവേർജസ് ടു എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. This is the paper. This is convex
lens. ഇതൊക്കെ ഭംഗിയായിട്ടൊന്ന് വരച്ചേക്കുക, അത്രയേ ഉള്ളൂ. So that is the second answer. Okay. Now explain why this action cannot be done using concave lens. Why? What is the explanation? Because the answer of this one is the concave lens always diverge the parallel rays falling on it. Hence the light rays cannot be focused at a point. Concave lens എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡൈവേർജിങ് ലെൻസ്. പാരലലായിട്ട് വരുന്നതൊക്കെ ഡൈവേർജ് ചെയ്തിടും, ഏതിനെയും ഡൈവേർജ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് കൺവേർജ് ചെയ്താലേ ലൈറ്റ് റേഡിയേഷൻസ്, ആ തെർമൽ റേഡിയേഷൻസിനെ കൺവേർജ് ചെയ്താലേ ഈ പേപ്പർ കത്തിക്കാൻ പറ്റുള്ളൂ. സോ വി കനോട്ട് ഡു ഇറ്റ് വിത്ത് എ കോൺകേവ് ലെൻസ്. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഇപ്പോൾ എഴുതിയെടുക്കാം.